നമസ്കാരം, എല്ലാവർക്കും ആമേസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മുട്ടയും അതേപോലെ തന്നെ ഏത്തപ്പഴം വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ റെഡിയാക്കുന്നത്. നമ്മൾ കായ്പോളയാണ് ഇന്ന് റെഡിയാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കായ്പോള ഈസി ആയിട്ട് വീട്ടിൽ എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നും കൂടി നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കായ്പോള റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ 2 ഏത്തപ്പഴമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. വലിപ്പത്തിലുള്ള 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പത്തിലുള്ളത് കാരണം 2 എടുത്തിരിക്കുന്നത്. ഇങ്ങനെ ചെറുതാണ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ ഒരു 3 വരെ ആകാം. ഇനി നമുക്ക് ഏത്തപ്പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ നമ്മുടെ ഏത്തപ്പഴത്തിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഏത്തപ്പഴം എടുത്തതിന് ശേഷം ഒന്ന് 4 ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. അതിനുശേഷം ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് തിന്നായി കട്ട് ചെയ്യണമെന്നില്ല കേട്ടോ, കുറച്ച് അത്യാവശ്യം ചെറിയൊരു തിക്നെസ്സിൽ തന്നെ നമ്മളിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എപ്പോഴും കായ്പോള ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഏത്തപ്പഴം തന്നെയാണ്. അപ്പോൾ ഞാൻ മറ്റു പഴം വെച്ചിട്ട് ട്രൈ ചെയ്തിട്ടില്ല, പക്ഷേ ഏത്തപ്പഴമാണ് എപ്പോഴും ബെസ്റ്റ്. അപ്പോൾ നമുക്ക് ഏത്തപ്പഴം ഇതേപോലെ തന്നെ 2 കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 2 പഴവും ഞാൻ ഇതേപോലെ തന്നെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഴം ഒന്ന് വഴറ്റിയെടുക്കാം നെയ്യിൽ. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ കായ്പോളയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് കാഷ്നട്ടും കിസ്മിസും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് കേട്ടോ ഞാൻ പഴം ഇതിൽ വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ നെയ്യ് നല്ല പോലെ മെൽറ്റായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കാഷ്നട്ടും അതേപോലെ കിസ്മിസും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി അഥവാ നിങ്ങൾക്കിത് ചേർക്കാൻ താല്പര്യമില്ല ഉള്ളവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ നെയ്യുടെ ടേസ്റ്റ് അധികം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും. പക്ഷേ നെയ്യ് ചേർത്ത് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റ് ആവും. അപ്പോൾ നമുക്ക് ഇത് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ നട്ട്സൊക്കെ നല്ലപോലെ ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കിതിൽ നിന്ന് കോരി മാറ്റാം നെയ്ന്ന്. ഞാനിപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു 15ഓളം കാഷ്നട്ടും അതേപോലെ 1 ടേബിൾ സ്പൂൺ അളവിൽ കിസ്മിസാണ് യൂസ് ചെയ്തിരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇതിലേക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഞാനത് മൊത്തത്തിൽ അങ്ങ് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള നെയ്യിലേക്ക് ഞാൻ പഴം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചിരുന്ന പഴം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ നെയ്യിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് ഇത് വേവിച്ച് കുത്തി ഉടച്ചെടുക്കാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് ഈ നെയ്യിലിട്ടിട്ട് വഴറ്റിയെടുത്താൽ മതിയാകും. ഏകദേശം ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി കിട്ടും. അപ്പോൾ ഇത് നല്ല പോലെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ പഴം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ, ഇത്രയ്ക്ക് മതിയാകും. അപ്പോൾ ഈ സമയം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം ഇത് സൈഡിലേക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. പഴം ചൂടാറി വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കായ്പോളയ്ക്ക് വേണ്ടിയിട്ടുള്ള മുട്ടയുടെ മിക്സ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 3 മുട്ടയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 2 ഏത്തപ്പഴത്തിന് വേണ്ടിയിട്ട് 3 മുട്ട യൂസ് ചെയ്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, കോഴിമുട്ട. അപ്പോൾ അത് പെട്ടെന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ് 3 മുട്ട. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പഴത്തിൻ്റെ അളവിനനുസരിച്ച് ചിലപ്പോൾ മുട്ടയുടെ അളവിൽ വ്യത്യാസം വന്നേക്കാം. കൂടുതൽ പഴം യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് മുട്ടയുടെ അളവിൽ മാറ്റം വരുത്താൻ ശ്രദ്ധിക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 ഏലക്കായും കൂടി ചേർത്തിട്ട് ഇത് നല്ല പോലെ അടിച്ചു കൊണ്ടുവരാം. ഇപ്പോൾ മുട്ട ഞാൻ നല്ല പോലെ മിക്സിയിൽ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചൂടാറാൻ മാറ്റി വെച്ചിരുന്ന പഴം ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ പഴത്തിൻ്റെയും കൂടി മധുരം നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എടുത്തിരിക്കുന്ന പഴത്തിന് അധികം മധുരം ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന കാഷ്നട്ടും കിസ്മിസും ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് ഭാഗം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി കുറച്ച് ഭാഗം ഞാൻ മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് ഇത് മിക്സ് ചെയ്യാം. ഇനി നമ്മുടെ കായ്പോള റെഡിയാക്കാൻ തുടങ്ങാം. കായ്പോള റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പാനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിലേക്ക് ഒരു തവയും കൂടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റായിട്ട് നമ്മുടെ പാനിലേക്ക് തീ കത്തിക്കുമ്പോൾ ചൂട് തട്ടാണെങ്കിൽ ചിലപ്പോൾ കായ്പോളയുടെ അടിവശം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടെൻഷൻ അടിക്കാതെ ഉണ്ടാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ അടിയിലൊരു തവയും കൂടി പഴയ തവയും കൂടി വെച്ച് കൊടുക്കുന്നത്. ഇനി നമ്മുടെ പാൻ്റെ ഉള്ളിലേക്ക് നല്ല പോലെ ഒന്ന് നെയ്യ് തടവി കൊടുക്കാം ഒരു ബ്രഷ് വെച്ചിട്ട്. അതിനുശേഷം നമ്മുടെ കായ്പോളയുടെ മിക്സ് മൊത്തത്തിൽ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് 1 ടീസ്പൂൺ വെച്ചിട്ട് നമ്മൾ ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒഴിക്കുന്ന മുട്ടയുടെയും അതേപോലെ തന്നെ പഴത്തിൻ്റെ അളവിനനുസരിച്ച് ചിലപ്പോൾ കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വന്നേക്കാം. അതേപോലെ തന്നെ ഓരോരുത്തരും ഉപയോഗിക്കുന്ന ഗ്യാസിൻ്റെ ഫ്ലെയിം വ്യത്യാസം വന്നേക്കും. അപ്പോൾ അതിനനുസരിച്ച് കുക്കിംഗ് ടൈം വ്യത്യാസം വരും കേട്ടോ. അതേപോലെ ഞാനിപ്പോൾ പരന്ന പാത്രമാണ്
എടുത്തിരിക്കുന്നത് പാന്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും. ഇനി അഥവാ നിങ്ങൾ കുറച്ച് കുഴിയായിട്ടുള്ള പാത്രമാണ് യൂസ് ചെയ്യുന്നത്, അതേപോലെ ഇത്രയും വാവട്ടം ഇല്ലാത്ത പാത്രമാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ടൈം എടുക്കും. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. വെന്തിട്ടില്ല കേട്ടോ, പക്ഷേ നമ്മൾ നേരത്തെ നമ്മുടെ നട്ട്സ് കുറച്ച് ബാക്കി മാറ്റി വെച്ചിരുന്നല്ലോ, ആ ഒരു കുറച്ച് നട്ട്സ് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടി വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അടിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് നേരം കുക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ ഇതങ്ങ് മൊത്തത്തിൽ അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ നട്ട്സൊക്കെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ കറക്റ്റ് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കായ്പോള റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ക്ലിയർ ആയിട്ട് നമ്മുടെ നൈഫ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെന്തു എന്നാണ് അർത്ഥം. അപ്പോൾ ഇതിൻ്റെ മുകൾ വശം ഒന്ന് ബ്രൗൺ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഞാനൊരു പാനിലേക്ക് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കായ്പോളയുടെ മുകൾ വശം ഒന്ന് ബ്രൗൺ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു തവയുടെ മുകളിലേക്ക് ഇത് കമഴ്ത്തി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് തവയുടെ ഉള്ളിൽ ഞാൻ കുറച്ച് നെയ്യ് പുരട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ഇനി ലോ ഫ്ലെയിമിൽ വെച്ചൊരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഇതാ ഞാൻ പാനിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ മുകൾ വശമൊക്കെ നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി അഥവാ നിങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചിടാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ല ചൂടായിട്ടിരിക്കുന്ന പാനായിരിക്കും. അപ്പോൾ തിരിച്ചിടുമ്പോൾ പൊട്ടാതെ സൂക്ഷിച്ച് വേണം നമ്മൾ കമഴ്ത്തിയിടാൻ വേണ്ടിയിട്ട്. അതും പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ തവയിലിട്ടിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യേണ്ടത്. തവയിൽ കുറച്ച് നെയ്യ് തടവാനും മറക്കരുത്. അപ്പോൾ ഇത് 5 മിനിറ്റിൽ കൂടുതൽ നമ്മൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ഡാർക്ക് കളറായി പോകും മുകൾ വശം. അപ്പോൾ കാണാനും അത്രയ്ക്ക് ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇത് അടിപൊളിയായിട്ട് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു ചൂടോടുകൂടി തന്നെ ഇത് കഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരുപാട് തിക്നെസ് ഇല്ല എടുത്തിരിക്കുന്നത്, കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ നിങ്ങൾക്ക് തിക്നെസ് വേണമെങ്കിൽ അതിനനുസരിച്ചുള്ള പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴവും മുട്ടയും വെച്ചിട്ടുള്ള അടിപൊളി സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ബൈ. താങ്ക്